ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം. ആഗോള അയ്യപ്പ സംഗമത്തിൽ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത് പക്വതയില്ലാത്ത നിലപാടാണ്. NSSന്റെയും SNDPയുടെയും നിലപാടറിയാതെ സംഗമത്തെ എതിർത്തതിൽ തെറ്റുപറ്റി. രാഷ്ട്രീയം അറിയില്ലെങ്കിൽ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തണമെന്നും വിമർശനമുയർന്നു. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ പിടിക്കാൻ രംഗത്തിറങ്ങാൻ നേതാക്കൾക്ക് രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകി. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിജിൻ, വലിയ തരത്തിലുള്ള വിമർശനമാണല്ലോ ഇപ്പോൾ BJP അധ്യക്ഷന് നേരെ ഉയരുന്നത്. തീർച്ചയായും അമൃത, തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനായുള്ള കോർ കമ്മിറ്റിയാണ് ഇന്ന് അല്പസമയം മുമ്പ് അവസാനിച്ചത്. ഇതിലാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ വിവിധ വിഷയങ്ങളിൽ വിമർശനമുയർന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ്. ഇതിൽ സ്വീകരിച്ച നിലപാട് അത് പക്വതയില്ലാത്ത നിലപാടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. ആദ്യം മുതൽ സ്റ്റാലിൻ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഉള്ള വിമർശനമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയത്. പിന്നീടാണ് ഈ അയ്യപ്പ സംഗമത്തിൽ നേരത്തെ ശബരിമല സമരസമയത്ത് എടുത്ത കേസുകൾ പിൻവലിക്കുന്നതും അതുൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്കൊക്കെ മുതിർന്ന നേതാക്കൾ നിലപാട് മാറ്റിയത്. പക്ഷേ അപ്പോഴും രാജീവ് ചന്ദ്രശേഖർ ലെനിന്റെ വിഷയത്തിൽ തന്നെ കടിച്ചു തൂങ്ങിയിരിക്കുകയായിരുന്നു. അതിനെതിരെയാണ് വിമർശനം. രാഷ്ട്രീയം അറിയില്ലെങ്കിൽ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തണം രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് യോഗത്തിൽ ഉയർന്ന വിമർശനം. ഒപ്പം തന്നെ NSSന്റെയും SNDPയുടെയും നിലപാട് നേരത്തെ അറിയാതെ തന്നെ ഈ അയ്യപ്പ സംഗമത്തെ ആക്രമിച്ചതിൽ തെറ്റുപറ്റിയെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ BJP ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി. NSSനെയും SNDPയെയും എതിർപക്ഷത്ത് നിർത്തി BJPക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വിമർശനവും ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ ക്രൈസ്തവ നയതന്ത്രം ഓവറാകുന്നു എന്നുള്ള വിമർശനവും മുരളീധരൻ പക്ഷത്തെ ചില നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തു. അതിനൊപ്പം സുരേഷ് ഗോപിക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ അക്രമം അത് ഇടത് വലത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിക്കായി പ്രതിരോധം തീർക്കാൻ രംഗത്തെത്തിയില്ല എന്നുള്ള വിമർശനവും ഉയർത്തുന്നുണ്ട്. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപിയോട് തന്നെ ഇക്കാര്യത്തിലുള്ള നിവേദനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള മറുപടി ചോദിക്കൂ എന്നുള്ളതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. പക്ഷേ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരേഷ് ഗോപിക്ക് പ്രതിരോധം തീർത്ത് രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് ഈ വിഷയത്തിൽ ഇടപെട്ടത് ശരിയായില്ല എന്നുള്ള വിമർശനവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ, ഒപ്പം തന്നെ ഏതേത് മണ്ഡലങ്ങളിൽ ആരൊക്കെ കേന്ദ്രീകരിക്കണം എന്നുള്ള തീരുമാനം ഉൾപ്പെടെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒപ്പം തന്നെ തൃശൂർ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുക എന്നുള്ള കൃത്യമായ മാർഗരേഖ തയ്യാറാക്കി മുമ്പോട്ട് പോകണം. അതിന് രംഗത്തിറങ്ങാൻ നേതാക്കളോട് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് കോർപ്പറേഷനുകൾ പിടിച്ചാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ വിശ്വാസ്യത കൂട്ടാൻ കഴിയും. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ BJP വിലയിരുത്തിയിട്ടുള്ളത്. അത്തരം നിർദ്ദേശമാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ നൽകുകയും ചെയ്തിട്ടുള്ളത്. നേമത്തായിരിക്കും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിലും ഉയർന്ന വിമർശനം ഈ രാജീവ് ചന്ദ്രശേഖർ പക്ഷത്തെ നേതാക്കൾക്ക് മാത്രം മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശം നൽകുന്നു, മറ്റ് വിഭാഗങ്ങളിലുള്ള നേതാക്കൾക്ക് അത്തരം നിർദ്ദേശം നൽകുന്നില്ല എന്നുള്ള ഒരു വിമർശനവും കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. വിജിൻ വായാന്തോറാണ് വിവരങ്ങൾ നൽകിയത്.